ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 കിഡിലൻ റെസിപ്പീസാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള 2 വ്യത്യസ്ത വിഭവങ്ങളാണ് ഇന്നത്തെ റെസിപ്പീസ്. അതുപോലെ തന്നെ പൂരി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സെർവിങ്ങും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റും ആണ്. അപ്പോൾ 2 വ്യത്യസ്ത പൂരി റെസിപ്പീസാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റാണ്, അത്രയും ഈസിയാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഐഷസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ബദാം പൂരി എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ബദാം എടുത്തിട്ട്, ഇത്രയും വേണ്ട കേട്ടോ, ഞാൻ കുറച്ചധികം ബദാം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 10-15 മിനിറ്റ് സോക്കാക്കി ഇട്ടാൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ വൈറ്റ് കളറിൽ കിട്ടണം. അപ്പോൾ ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ബ്ലെൻഡറിൽ ചെറിയ ബ്ലെൻഡറിലിട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുക്കാം. കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ നിറയെ റവ ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടി പോകരുത് കേട്ടോ, റവ കൂടി പോവാതെ നോക്കണം. അതുപോലെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും ആവശ്യമില്ല. അതുപോലെ 2 ടേബിൾ സ്പൂണ് നെയ്യ് മെൽട്ടാക്കിയത് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ, ആ ഒരു മാവ് തന്നെയാണ് ഇതിലേക്കും വേണ്ടത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ബദാമിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് ബദാം പൂരിയാണ്. ഇതൊരു സ്വീറ്റാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കൂടി പോവാതെ നോക്കുക. ആദ്യം നമ്മൾ ഈ ബദാം പേസ്റ്റ് ആക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചല്ലോ, അപ്പോൾ അതിലെ വെള്ളം കുറച്ച് മതിയാവും ചിലപ്പം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് സാദാ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒന്നും വേണമെന്നില്ല, സാദാ വെള്ളം തന്നെ മതി. മാവ് നമ്മൾ പൂരിക്ക് എങ്ങനെയാണോ മാവ് കുഴച്ചെടുക്കുന്നത് ആ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കുക. നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. പിന്നെ ഇത് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് സ്വീറ്റ് ആയിട്ടാണല്ലോ, അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്വീറ്റ് അല്ലാണ്ടേയും തയ്യാറാക്കാം. അത് ഞാൻ അപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്കിതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അത് 10-15 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളത് സ്വീറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. ബദാം പൂരി ഒരു സ്വീറ്റാണ്, നമ്മൾ സാദാ പൂരി പോലെയല്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് ഞാൻ ആ ഒരു സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 1.5 കപ്പ് പഞ്ചസാരയും അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളവും പിന്നെ ഒരു 3 ഏലക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു നൂൽ പരുവം ആവുന്നതിൻ്റെ കുറച്ച് മുമ്പ് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഇതിലേക്ക് ഗുലാബ് ജാമുൻ്റെ കൺസിസ്റ്റൻസി അല്ല, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ സിറപ്പ് തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു പരുവെന്ന് പറയുമ്പോൾ ഒരു നൂൽ പരുവം ഇങ്ങനെ ആവാനാവുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. ഒരു നൂൽ പരുവം ആയാലും കുഴപ്പമില്ല, പക്ഷെ ആ ഒരു സ്റ്റേജിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാൻ ചെറുനാരങ്ങ നീര് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരിയാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഒഴിച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ സിറപ്പ് റെഡി ആയിക്കണ്. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതൊക്കെ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബദാം പൂരി ഉണ്ടാക്കാനുള്ള മാവ് നമ്മൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം നമുക്ക്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു കട്ടിംഗ് ബോർഡാണ്. കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പരത്തിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യുക. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ പൊടിയൊന്നും തൂവി കൊടുക്കുന്നില്ല. എന്നിട്ട് ഓരോ പൂരിയും ഇതുപോലെ പരത്തിയെടുക്കാം. വല്ലാണ്ട് തിന്നാക്കിയിട്ട് പരത്തണ്ട. എന്നിട്ട് ഫസ്റ്റത്തെ പരത്തി എടുത്ത ശേഷം കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. വീണ്ടും ഒന്നുകൂടെ നെയ്യ് സ്പ്രെഡ് ചെയ്യുക. പിന്നെ ഒന്നുകൂടെ മടക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ഇത് നമ്മൾ ഒന്ന് പരത്തിയെടുക്കണം.
ഇങ്ങനെ ലെയറായിട്ട് വരും. ഇനി നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കി എല്ലാതും ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ എല്ലാതും ഒന്ന് റൗണ്ടാക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ പൂരിയുടെ ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് തടവി കൊടുക്കുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് എല്ലാം ഒരുമിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ ഒരു തവണ നമ്മളെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതൊന്ന് മടക്കിയെടുക്കുക ഇങ്ങനെ. ഇനി വീണ്ടും അതിന് മുകളിൽ വീണ്ടും നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നെയ്യൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും അത് ഇതുപോലെ മടക്കിയെടുക്കുക, ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. വളരെ തിന്നാക്കിയിട്ട് പരത്തണ്ട, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബദാം പൂരിയിലേക്കുള്ള എല്ലാതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഫ്രൈ ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പൂരിയുടെ ഇത് ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ തന്നെ എണ്ണ നന്നായിട്ട് ചൂടാവണം. എന്നിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഓരോന്നും ഇട്ട് കൊടുക്കാൻ. പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വളരെ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും, അകത്ത് വെന്ത് കിട്ടില്ല. അപ്പോൾ മീഡിയം ലോ ഫ്ലെയിമിൽ, എണ്ണ നന്നായി ചൂടായ ശേഷം മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുറച്ച് നേരം വെച്ചിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. എന്നാൽ അകത്തൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ രണ്ട് വശവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ പൂരിയുടെ പോലെ തന്നെ ഇതിങ്ങനെ കുറച്ച് ബബിൾസൊക്കെ പൊങ്ങി വരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങൾക്ക് സിറപ്പിലിടണ്ടെന്നാണെങ്കിൽ അല്ലെങ്കിൽ മധുരമുള്ള ബദാം പൂരി അല്ല വേണ്ടതെങ്കിൽ ഇതേപോലെ ഫ്രൈ ആക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും കറീൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. പക്ഷേ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു സ്വീറ്റാണ് കേട്ടോ. ഇത് സിറപ്പിടാതെയും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ചുകൂടെ വലുപ്പത്തിൽ ഇത് പരത്തിയെടുത്താൽ മതിയാകും. അപ്പോൾ രണ്ട് വശവും നല്ല ബ്രൗൺ കളറിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോരി മാറ്റാം. അപ്പോൾ എണ്ണയുടെ ചൂട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എണ്ണ ചൂടുണ്ടായിരിക്കണം, പക്ഷേ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ആദ്യം ഇട്ട പാടന്നെ ഇത് താഴേക്ക് ഇങ്ങനെ താഴ്ന്നു വരും, പിന്നെ അതിങ്ങനെ പൊങ്ങി വരുന്നത് ഈ ഒരു പരുവത്തിൽ കിട്ടണം. അപ്പോൾ ഫ്ലെയിം വളരെ നിർബന്ധമാണ് ശ്രദ്ധിക്കുന്നത്. ഇനി ഞാൻ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൂരി നമ്മൾ നേരത്തെ സിറപ്പ് ഉണ്ടാക്കിയിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇട്ട പാടന്നെ നമ്മൾ എടുത്ത് മാറ്റും വേണം. ഒരു 5 സെക്കൻഡൊക്കെ ഇട്ടാൽ മതി. രണ്ട് വശവും ഒന്ന് ആ ഒരു സിറപ്പിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. അപ്പോൾ തന്നെ ഇത് നമ്മൾ സിറപ്പ് വലിച്ചെടുക്കും കേട്ടോ. പിന്നെ സിറപ്പ് ഒരുപാട് തണുത്ത് പോകരുത്, ഒരു ചെറിയൊരു ചൂടുണ്ടായിരിക്കണം നമ്മൾ സിറപ്പിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. അതുപോലെ എണ്ണയിൽ നിന്ന് എടുത്ത പാട് ഇട്ട് കൊടുക്കണ്ട, എണ്ണ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ സിറപ്പിൽ ഇട്ടിട്ട് അപ്പം തന്നെ എടുത്ത് മാറ്റുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ബദാം പൂരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാ സിറപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. ഇതിൽ ബദാം ചേർത്തുകൊണ്ടാണ് ബദാം പൂരി എന്നുള്ള ഒരു പേര് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഇനി അടുത്തത് വേറൊരു മെത്തേഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലൊരു പുറമേ നല്ല ക്രിസ്പും അകത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ബാദുഷയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്ന നല്ലൊരു സ്വീറ്റാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. കുറച്ച് ബദാമും പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുകളിൽ. അപ്പോൾ ഇനി അടുത്ത സ്വീറ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാഷ്യൂ പൂരിയാണ്, അതായത് കാജു പൂരി. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂ പൂരി അല്ല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കാഷ്യൂ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അതിന് പകരം ഞാനിപ്പോൾ വേറൊരു മെത്തേഡാണ് കാണിച്ചു തരുന്നത്. അതായത് ബദാമും കാഷ്യൂനട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു പൂരി ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ റവ, ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് മെൽട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് കാഷ്യൂ പേസ്റ്റ് ചേർക്കാം, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. ഇല്ലാണ്ടേയും എങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ബദാം പേസ്റ്റോ കാഷ്യൂ പേസ്റ്റോ ഒന്നും ചേർക്കാതെ നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് തരുകയാണ്. രണ്ടും ടേസ്റ്റ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ ബദാമിൻ്റെ പേസ്റ്റ് ചേർക്കുമ്പോൾ വേറൊരു ഫ്ലേവറും കൂടി വരുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ബദാമും ഈ കാഷ്യൂവും അണ്ടിപ്പരിപ്പും ഒന്നും എല്ലാവർക്കും എപ്പോഴും കിട്ടണം എന്നില്ലല്ലോ. അപ്പം അതില്ലെങ്കിലും ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, പൂരിയുടെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 10-15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ബാക്കിയുള്ള മെത്തേഡൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. പിന്നെ ഇതിൻ്റെ ഷേപ്പ് ഒന്ന് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ബദാം പൂരി തയ്യാറാക്കിയിരുന്നത് വേറെ ഒരു ഷേപ്പിലായിരുന്നു. അപ്പോൾ ഇത് ഞാനിപ്പം കാഷ്യൂ പൂരി അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത സാധാ പൂരി ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. സിറപ്പിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ 4 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ആ ഒരു മാവ്. എന്നിട്ട് നമ്മൾ കട്ടിംഗ് ബോർഡോ അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പോ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക നെയ്യ് കൊണ്ട്. എന്നിട്ട് ഓരോ പൂരിയും ഇതുപോലെ വലിയൊരു ചപ്പാത്തിയുടെ പരുവത്തിലൊന്ന് പരത്തിയെടുക്കണം. അത്യാവശ്യം വലുപ്പം മതി, വല്ലാണ്ട് തിന്നാക്കിയിട്ട് പരത്തണ്ട. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ നമ്മൾ 4 പരത്തിയെടുക്കണം. എന്നിട്ട് ഓരോന്നും വെക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം അടുത്ത ഈ ചപ്പാത്തി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ. അങ്ങനെ 4 ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഓരോന്നിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഉണ്ടാക്കണം എന്നില്ല. നിങ്ങൾ സാധാ പൂരി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് സിറപ്പിൽ ഡിപ്പ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിലും നമ്മൾ സിറപ്പ് ഇടാതെയും ചെയ്തെടുക്കാം, അതും ഞാൻ എങ്ങനെയെന്ന് പറയാം. അപ്പോൾ 4 പൂരി ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്, 4 ചപ്പാത്തി ഒരുമിച്ച് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് നന്നായിട്ട് കുറച്ച് തിന്നാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കുക. വല്ലാണ്ട് തിന്നാക്കണ്ട, എന്നാലും 2 വശവും തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അതെല്ലാം കൂടി ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ നന്നായിട്ട് തിന്നാക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെ ഇങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ നല്ല ടൈറ്റാക്കിയിട്ട് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കാജ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ അതിൻ്റെ അകത്ത് വരും, ഇതുപോലെ ഇങ്ങനെ കിട്ടും. ഇനി ഇത് ഓരോന്നും നമുക്ക് പരത്തിയെടുക്കാം. അതും വളരെ തിന്നാക്കിയിട്ട് പരത്തണ്ട, എന്നാൽ കുറച്ച് തിന്നാക്കിയിട്ട് വേണേനും അങ്ങനത്തെ ഒരു രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. ഈ ഒരു പരുവത്തിൽ മതിയാകും. എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലൊന്നും നമ്മൾ പൊടി തൂവി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ ബാക്കി എല്ലാതും പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ നേരത്തെ സിറപ്പ് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ തന്നെയാണ് വീണ്ടും നമ്മൾ സിറപ്പ് ഡിപ്പ് ചെയ്യാൻ ഈ ഒരു പൂരി ഡിപ്പ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഒന്ന് കളർ ചേഞ്ച് ആക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാഫ്രോൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് നല്ല തിക്കായിട്ടുള്ള സിറപ്പ് ആയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് നേരമൊന്നും വേണമെന്നില്ല. ആ ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഇത് ഫ്രൈ ആക്കി എടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റണം കേട്ടോ എണ്ണയിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ പറ്റി പിടിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലെയിം കുറച്ചൊന്ന് എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം. എന്നിട്ട് ഫ്ലെയിം വളരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഓരോ ലെയേഴ്സ് ഇങ്ങനെ വിട്ട് വരും. വളരെ ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ വളരെ മീഡിയം ഫ്ലെയിമിലൊക്കെ നമ്മളത് ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ആ ഒരു ഇട്ട പടന്നെ ഭയങ്കര ബ്രൗൺ കളർ ആവും. പിന്നെ ആ ഒരു ലെയേഴ്സ് ഒന്നും അങ്ങനെ വ്യക്തമായിട്ട് കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുക. എന്നിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ 2 വശവും നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഒരു ഏകദേശം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് വേണം സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ. എണ്ണ ഒന്ന് ഡ്രെയിൻ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റണം. ഇനി നമ്മുടെ സിറപ്പ് കണ്ടോ, നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ ഒരു യെല്ലോയിഷ് കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോന്നും ഇട്ടിട്ട് അപ്പം തന്നെ എടുത്ത് മാറ്റണം. ഒന്ന് ജസ്റ്റ് ഒന്ന് 2 വശവും ഒന്ന് ഇങ്ങനെ കോട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം വെച്ചാൽ അത് ഭയങ്കരമായിട്ട് സോഫ്റ്റായി പോകും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. പുറമേ ഒരു ക്രിസ്പിനെസ്സും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് വേണ്ടത്.
അപ്പോൾ നമ്മുടെ അടുത്ത പൂരി റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കാഷ്യൂ പൂരി ആയിരുന്നു, നമ്മളിപ്പോൾ അത് ചേർക്കാതെ ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാകും. നല്ല ക്രിസ്പിനെസ് ആണ് പുറമേ, അകത്ത് നല്ല ജ്യൂസി ആയിട്ട് ഓരോ ലേയേഴ്സ് ഇങ്ങനെ കാണാം നമുക്കത് കണ്ടോ. അപ്പോൾ നമ്മുടെ 2 വെറൈറ്റി പൂരി റെസിപ്പീസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സാദാ പൂരി അല്ലെങ്കിൽ കാഷ്യൂ പൂരി വേണമെങ്കിൽ, ഇതിൽ കാഷ്യൂ നട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ കാഷ്യൂ പൂരി ആകും. അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ കുറച്ച് പിസ്ത ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സിറപ്പിലിടാണ്ട് വേണമെങ്കിൽ അത് ഫ്രൈ ആക്കിയ പാടെ നമുക്ക് സെർവ് ചെയ്യാം. ചിക്കൻ കറിയുടെ കൂടെ, ഫിഷ് കറിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം. സിറപ്പിലിടുന്നതിന് മുമ്പ് നമ്മളിതുപോലെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഈ ഒരു വെറൈറ്റി പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 2 റെസിപ്പീസ് ആയിട്ടുള്ള ബദാം പൂരിയും കാഷ്യൂ പൂരി അല്ലെങ്കിൽ നോർമൽ പൂരിയും ആയിട്ടുള്ള 2 സ്വീറ്റ്സ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിതങ്ങനെ കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കണ്ടേ. പുറമേ നല്ല ക്രിസ്പാണ്, അകത്ത് നല്ല ജ്യൂസി, നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റാണ്. ഇതിനൊരു ബാദുഷ സ്വീറ്റിൻ്റെ ആ ഒരു സെയിം ടേസ്റ്റിൻ്റെ വരുന്നത്. എന്നാൽ വളരെ ഈസിയാണ്, പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതാ നമ്മുടെ ബദാം പൂരിയും അതുപോലെ സാദാ പൂരിയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.